Okay. Next we are going to consider how can we find out the state model from transfer function. അപ്പം അതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത്. അപ്പം ഇതിന്റെ കേസിൽ നിങ്ങൾക്ക് കാണാം, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളോട് സ്റ്റേറ്റ് മോഡൽ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന അതേ കാര്യം, നമ്മൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിന്റെ കേസിൽ ഒരു സ്റ്റേറ്റ് മോഡൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. y of x by u of x എന്ന് പറഞ്ഞ് അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് എന്താണ് y of z by u of z is equal to 7 by ഇങ്ങനെ ഒരു മോഡലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. y of z by u of z is equal to 7 by z square plus 1.3 z plus 0.4 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, first of all what you want to do, we just want to cross multiply these two. Okay, that is the first thing we just want to do. Okay, ഇവിടെ 7 കൂടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? y of z into z square plus 1.3 z plus 0.4 into 7 into u of z into 7. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലാണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സെറ്റ് സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ y of k plus 2 എന്നായിരിക്കും വരിക. അപ്പം സെറ്റ് ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കാണുക. അപ്പം എന്താണ് സെറ്റ് സ്ക്വയർ ഇൻറ്റു y of z എന്ന് പറയുന്നതിന് പകരം എന്തായിരിക്കും ഇവിടെ വരിക? y of k plus 2 എന്നായിരിക്കും വരിക. 1.3 z എന്നുള്ളത് y of k plus 1 എന്ന് വരും, പ്ലസ് 0.4 y of k എന്നായിരിക്കും വരിക, ഈക്വൽ ടു 7 u of k. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതേ പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും കണ്ടുപിടിക്കാം. ബിക്കോസ് ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദിസ്? ഹിയർ വി ക്യാൻ ഏബിൾ ടു പുട്ട് y of k is equal to x1 of k, y of k plus 1 is equal to x2 of k, x2 of k. Therefore, here we can able to see that here it is having two state variables. Okay, otherwise two state variables, because it is having എന്താണ് നമ്മളോട് പറഞ്ഞു, number of state variables ഡിപെൻഡ് ചെയ്യുന്നത് n ന്റെ വാല്യൂ ആണ്. Here n is equal to 2. Therefore, we can able to say that here it is having two state variables. Okay, two state variables. അപ്പം നമുക്ക് two state variables കിട്ടി, x1 of k and x2 of k. Okay, these are the two state variables. Therefore, the third term, okay, k plus 2 നെ നമുക്ക് എന്ത് എഴുതാം? x2 of k plus 1 എന്ന് എഴുതാം. Okay, so x1 of k, x2 of k, and the y of k plus 2 is equal to x2 of k plus 1. Therefore, we can directly write like this: y of k is equal to x1 of k, y of k plus 1 is equal to x2 of k, and y of k plus 2 is equal to f2 of k plus 1. Okay, this one we can able to directly write, and also we can write x1 of k is equal to y of k, x2 of k is equal to y of k plus 1, and x2 of k ക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം? x1 of k plus 1 എന്ന് എഴുതാം ഇല്ലേ? x2 of k നമുക്ക് എന്ത് എഴുതാം? x2 of k plus 1 എന്നും വേണമെങ്കിൽ എഴുതാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ y of, അപ്പോൾ ഈ ഇതിൽ നിങ്ങൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ y of k plus 2 എന്ന് പറഞ്ഞാൽ x2 of k plus 1 എന്ന് നമുക്ക് എഴുതാം, പ്ലസ് 1.3 x2 of k plus 0.4 x1 of k equal to 7 u of k എന്ന് എഴുതാം. അപ്പം നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ എങ്ങനെയായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റുക? ലാസ്റ്റ് x2 of k plus 1 is equal to x2 of k plus 1 is equal to, what is that equation? minus 0.4 x1 of k minus 1.3 x2 of k plus 7 u of k എന്നായിരിക്കും നമുക്ക് x2 of k plus 1 വാല്യൂ വരിക. x1 of k plus 1 വാല്യൂ എന്താണ് വരിക? അപ്പം നമുക്ക് x2 of k plus 1 വാല്യൂ 0.4 minus 0.4 x1 of k minus 1.3 x2 of k plus 7 u of k എന്ന് നമുക്ക് കിട്ടി.
അതുപോലെ തന്നെ x1 of k plus 1 എന്ന് പറഞ്ഞാൽ ഐ ഓൾറെഡി ടോൾഡ് x1 of k plus 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 of x2 of k ആണ്, സോറി ഞാൻ എഴുതിയിരിക്കുന്നത് x1 of k plus 1 എന്നാണ് കേട്ടോ. ഇത് x2 of k എന്ന് പറഞ്ഞാൽ x1 of k plus 1 എന്നാണ്. അപ്പോൾ therefore we can able to write x1 of k plus 1 is equal to x2 of k. x2 of k ഇവിടെ എഴുതാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് ഒന്നുകൂടെ എഴുതുക. ഇവിടെ this is actually x1 of k, this is x2 of k, this is x2 of k plus 1. Therefore y of k is equal to നമുക്ക് എന്ത് എഴുതാം, x1 of k എന്ന് എഴുതാം. y of k plus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, x2 of k എന്ന് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതുപോലെ തന്നെ y of k plus 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, നമുക്ക് രണ്ട് സ്റ്റേറ്റ് വേരിയബിൾസ് ഉള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് n ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് x3 of k എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. we are only having two state variables. Therefore we are directly writing this as എന്താണ്, y of k plus 2 is equal to x2 of k plus 1 എന്ന് എഴുതി. and we can able to write x2 of k എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, നമുക്ക് x1 of k plus 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് x2 of k plus 1 എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്, ഞാൻ നേരത്തെ എഴുതി ഒന്നുകൂടെ എഴുതാം, x2 of k plus 1 is equal to minus 0.4 x1 of k minus 1.3 x2 of k plus 7u of k. അതാണ് x2 of k plus 1. x1 of k plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്, x1 of k plus 1 equal to x2 of k. ഓക്കെ, അപ്പം x1 of, അപ്പം നമ്മളുടെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ വി റൈറ്റ് ദി സ്റ്റേറ്റ് ഇക്വേഷൻ? നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? സ്റ്റേറ്റ് ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണ്, x1 of k അല്ലെങ്കിൽ x of k plus 1 is equal to, ഇവിടെ g വെച്ചാണ്, g x of k plus h u of k എന്നാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പം ആ ഒരു ഫോമിലേക്ക് മാറ്റാൻ ഇവിടെ ടു സ്റ്റേറ്റ് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, x1 of k plus 1 ഉം x2 of k plus 1 ഉമാണ് നമ്മളുടെ ടു സ്റ്റേറ്റ് ഇക്വേഷൻ. ഓക്കെ, x1 of k plus 1 and x2 of k plus 1. വാട്ട് ഈസ് x1 of k plus 1 ന്റെ വാല്യൂ? x1 of k plus 1 is equal to x2 of k. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 0 1 എന്ന് എഴുതാം. ബിക്കോസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഇക്വേഷനെ നമ്മളുടെ ജനറൽ ഫോം ആയിട്ടുള്ള x1 of x of k plus 1 is equal to g x of k plus h u of k എന്നാണെങ്കിൽ ഇവിടെ x of k plus 1 ന് പകരം ഇവിടെ രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്, x1 of k plus 1 ഉം and x2 of k plus 1 ഉം. Okay, these are the two equations. അപ്പം x1 of k യുടെ വാല്യൂ എന്താണ്? We can able to say x1 of k is equal to x2 of k. Therefore we are just writing this as 0 1 here, x1 of k, x2 of k. So ഇവിടെ നമുക്ക് എന്ത് കിട്ടി, x1 of k is equal to x2 of k. Okay, and x2 of k യുടെ വാല്യൂ എന്താണ്, minus 0.4 x1 of k. ഇവിടെ എന്ത് കൊടുക്കണം, minus 0.4 and minus 1.3 x2 of k, minus 1.3 x2 of k. അപ്പോൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് കൂടാതെ എന്തുകൂടെ ഉണ്ട്, 7u of k എന്നും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 0.7 എഴുതാം. അതായത് x1 of k ക്ക് യുവിന്റെ ടേം ഇല്ല, ഇൻറ്റു u of k. ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ് ഇക്വേഷൻ ആയിട്ട് വരിക. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം, y of k എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്, ഔട്ട്പുട്ട് ഇക്വേഷൻ y of k ആണ്. y of k ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് x1 of k എന്നാണ്. ഓക്കെ, therefore y of k is equal to x1 of k. Therefore we can able to write y of k യുടെ ഇക്വേഷനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ
1 0 അങ്ങനെ എഴുതാം x1 of k x2 of k എന്ന് എഴുതാം. അപ്പോൾ എന്താണ് 1 into x1 of k 0 into x2 of k. അപ്പോൾ y of k become x1 of k. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന മോഡൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ദാറ്റ് വിൽ ബി ദ ഫോം ഓഫ് എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലായിരിക്കും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, നമ്മളുടെ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും കണ്ടുപിടിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ദ മെത്തേഡ്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ട ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ഹാവിംഗ് എന്താണ് the equation like this 7 divided by z square plus 1.3 z plus 0.4 എന്ന് പറഞ്ഞാൽ യുവിന്റെ ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റുമായിട്ട് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. ഹിയർ ഈ ഒരു കേസിൽ ഒരു കോൺസ്റ്റന്റുമായിട്ട് 7 into u of z എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റുമായിട്ട് മാത്രമേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ ഔട്ട്പുട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാം. ബട്ട് ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് ദിസ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y of z by u of z എന്ന് പറയുന്നത് z plus 1 divided by z square plus 1.3 z plus 0.4 എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കുക. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y of z by u of z, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിയർ ജസ്റ്റ് മൾട്ടിപ്ലൈ ദീസ് ടു മീൻസ് നമുക്ക് ഇക്വേഷൻ എങ്ങനെയായിരിക്കും y of z into this one and u of z into z plus 1. അപ്പം z plus 1 എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം നമ്മൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, u of z into z plus 1, അതായത് ഇവിടെ ഒരു കോൺസ്റ്റന്റിന് പകരം ഏതെങ്കിലും സെഡിന്റെ ടേംസ് ഉണ്ടെങ്കിൽ, ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, y of z by u of z എന്ന് പറയുന്നതിൽ ഇവിടെ ഏതെങ്കിലും സെഡിന്റെ ടേം വന്നിട്ടുണ്ടെങ്കിൽ, ന്യൂമറേറ്ററിൽ സെഡ് ടേം വന്നിട്ടുണ്ടെങ്കിൽ, സെഡ് ടേം വരാതെ കോൺസ്റ്റന്റ് ആണെങ്കിൽ നോ ഇഷ്യൂ, നമുക്ക് നോർമലായിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു സെഡിന്റെ ടേം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഏത് മെത്തേഡിലായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇന്ന് സ്റ്റേറ്റ് മോഡൽ കാണേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് y of z by u of z ഈസ് ഈക്വൽ ടു, അപ്പൊ ഇതിനെ നമ്മൾ ആക്ച്വലി എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു, y of z by u of z എന്നുള്ളതിനെ വി ആർ ജസ്റ്റ് മേക്കിംഗ് p of z by u of z into y of z by p of z. അപ്പം ഇങ്ങനെ ഒരു മോഡൽ ആക്കുവാണെങ്കിൽ p of z by u of z into y of z by p of z. അപ്പോൾ ഈ p of z ഉം p of z ഉം ക്യാൻസൽ ആവും. then we can get the same value y of z by u of z. അപ്പം ഇവിടെ നമ്മൾ ഈ y of z by u of z നെ p of z by u of z ഉം y of z by p of z ഉം ആക്കി മാറ്റുന്നത്. ഈ p of z by u of z എന്നുള്ളത് നമ്മൾ നോക്കുക, നമ്മൾ ഡിനോമിനേറ്റർ മാത്രം ഫസ്റ്റ് കേസിൽ കൺസിഡർ ചെയ്യുന്നു. 1 by ഡിനോമിനേറ്റർ ഇൻറ്റു y of z by p of z. അപ്പം p of z എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇവിടെ 1 ആണ്. ഓക്കെ, p of z 1, ഇവിടെ p of z 1. ഈ 1 ഉം 1 ഉം ക്യാൻസൽ ചെയ്താൽ പിന്നെ y of z by u of z ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ p of z എന്നുള്ളത് 1 ആണെങ്കിൽ 1 by z square plus 1.3 z plus 0.4 ഇൻറ്റു എന്താണ് y of z by p of z എന്ന് പറയുന്നത് എന്താണ്, z പോയിന്റ് ബൈ 1 by 1 എന്ന് വരും. അപ്പോൾ വി ക്യാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ ഇക്വേഷൻ ഒരു ചേഞ്ചും വരുന്നില്ല. therefore നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം p of z by u of z ആദ്യം സോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ p of z by u of z എന്ന് പറഞ്ഞാൽ 1 by z square plus 1.3 z plus 0.4, അതാണ് y of z by p of z by p of z. y of z by p of z z plus 1. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, p of z by u of z നെ നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ p of z by u of z എന്താണ്, 1 by z square plus 1.3 z plus 0.4. അപ്പം ഇതിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്, p of z into z square plus 1.3 z plus 0.4 equal to u of z എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ
we can see that ഈ ഒരു കേസിൽ if you are just taking inverse set transform എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം p of z plus 2 plus 1.3 p of z plus 1 plus 0.4 p of z equal to p of z. Okay. Okay, we can directly write like this. Okay. Therefore, here if you are just taking inverse transform, here also we can able to say it is having two state variables, because here also the n value is 2. Therefore, here we can able to write this is x1 of k, this is x2 of k. Okay, it would have said a lot of k plus 2 on. Okay, നേരത്തെ എഴുതിയ പോലെ തന്നെ നിങ്ങൾ എഴുതാം, പെട്ടെന്ന് വിട്ടുപോകാം. p of z inverse transform എടുക്കുമ്പോൾ ഇവിടെ p of k plus 2 ആയിരിക്കും വരിക കേട്ടോ, z അല്ല k, e of k. ഓക്കെ, അപ്പോൾ p of k എന്ന് പറയുന്നത് x1 of k യും p of k plus 1 x2 of k യും, അപ്പോൾ ടു സ്റ്റേറ്റ് വേരിയബിൾസ് ആയി ഇതെന്തായിരിക്കും x2 of k plus 1 ആയിരിക്കും. അപ്പം ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെഴുതാം, x2 of k plus 1 is equal to what, minus 0.4 x1 of k minus 1.3 നമ്മൾ നേരത്തെ കിട്ടിയതുപോലെ തന്നെ x2 of k plus u of k എന്ന് കിട്ടി. അപ്പം അതുപോലെ തന്നെ ഇതിൽ നമുക്ക് x1 of k plus 1 ന്റെ വാല്യൂ എന്ത് എഴുതാം, x1 of k plus 1 എന്ന് പറയുന്നത് x2 of k ആണ്. x2 of k, x1 of k plus 1 is x2 of k. Therefore, we can able to നേരത്തെ എഴുതിയ പോലെ തന്നെ x1 of k plus 1 0 1. Okay, so x2 of k കിട്ടി. അടുത്തത് x2 of k യുടെ ഇക്വേഷൻ minus 0.4 x1 of k minus 1.3 x2 of k plus u of k. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ എഴുതി. അപ്പം ഇത് സ്റ്റെപ്പ് 2 നമ്മൾ p of z by u of z നെ നമ്മൾ സോൾവ് ചെയ്തു. ഇനിയിപ്പോൾ സ്റ്റെപ്പ് 3 ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നു, p of y of z by p of z എന്നാണ്. ഓക്കെ, y of z by, അപ്പോൾ നമുക്കറിയാം നമ്മൾ രണ്ടായിട്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് p of z by u of z, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. y of z by p of z എന്ന് പറയുന്നത് z plus 1 ആണ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, അതിൽ നിന്ന് നമുക്ക് y of z by p of z, അപ്പം y of z equal to p of z into z plus 1. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ y of k is equal to p of z into z എന്ന് പറയുന്നത് എന്താണ്, p of k plus 1 എന്ന് വരും, പ്ലസ് p of k എന്ന് എഴുതാം. അപ്പം ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും, ദിസ് ഈസ് ആക്ച്വലി x1 of k ആൻഡ് ഒരു സ്റ്റേറ്റ്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ y of k ആണ്, അല്ലെങ്കിൽ y of k ആണ് നമുക്ക് ഇക്വേഷൻ. ഇവിടുന്ന് നമുക്ക് എന്തെഴുതാം, this will become x1 of k and this will become x2 of k, because ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ y of k എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. ദിസ് ഈസ് ആക്ച്വലി ഔട്ട്പുട്ട് ഇക്വേഷൻ, നോട്ട് സ്റ്റേറ്റ് ഇക്വേഷൻ. ഓക്കെ, y of k എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അതാണ് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത്. അപ്പം y of k എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇക്വേഷനെ നമുക്ക്, ഔട്ട്പുട്ട് ഇക്വേഷന്റെ ഫോം എന്താണ്, y of k is equal to c x of k plus d u of k എന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് y of k യുടെ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ we can able to p of k ക്ക് പകരം നമുക്ക് എന്തെഴുതാം, x1 of k എന്ന് എഴുതാം, p of k plus 1 പകരം നമുക്ക് x2 of k എന്ന് എഴുതാം. Therefore, we can able to write this as എന്താണ്, y of k is equal to x2 of k plus x1 of k എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 1 x1 of k x2 of k. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി, ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയും കിട്ടി, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയും കിട്ടി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു കേസ് വന്നാൽ, ഈ ഒരു കേസ് വന്നാൽ, ഓക്കെ, എന്താണ് y of z by u of z എന്ന് പറയുന്നതിന്റെ z ന്റെ ടേം ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ, y of z by u of z
സെഡിന്റെ ടേം ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ന്യൂമറേറ്ററിലുള്ള ടേം ഇങ്ങനെ സെഡിന്റെ കോൺസ്റ്റന്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സെഡിന്റെ ടേം ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. പി ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ് ഇൻറ്റു വൈ ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ്. അപ്പം വൈ ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡിലായിരിക്കണം നിങ്ങളുടെ ന്യൂമറേറ്റർ ടേം. അതും നിങ്ങൾ മറക്കരുത്. വൈ ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡിലായിരിക്കണം നിങ്ങളുടെ ന്യൂമറേറ്റർ ടേം. അപ്പം വൈ ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ് ഈക്വൽ ടു എന്താണ്? നമുക്ക് എന്തായിരിക്കും കിട്ടുക? സെഡ് പ്ലസ് 1 ആണ്. പി ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1.3 സെഡ് പ്ലസ് 0.4. അപ്പം പി ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ് എന്ന് പറയുന്നത് ദിസ് ഈസ് ആക്ച്വലി പി ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ്. അപ്പം പി ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ദ സ്റ്റേറ്റ് ഇക്വേഷൻ. ആൻഡ് വൈ ഓഫ് സെഡ് ബൈ പി ഓഫ് സെഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് ഇക്വേഷനും കിട്ടി. അപ്പം സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും ആയാൽ നമുക്ക് സ്റ്റേറ്റ് മോഡലായി. അപ്പം ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഇതുപോലത്തെ പ്രോബ്ലംസ് ഞാൻ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി വെക്കുക. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഒക്കെ തന്നാൽ ഇത് ഇൻവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പം അതിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം സെഡ് ഇൻവേഴ്സ് വന്നാൽ അതിനെ സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് അറിയാം. കെ പ്ലസ് 1 ആണ്. ഇപ്പോൾ ഇസെഡ് പവർ -1 ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ആകാൻ ശ്രദ്ധിക്കുക. ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സ്പെഷ്യൽ കേസ് പ്രോബ്ലമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു നമുക്കിത് പുതിയതായിട്ട് എടുക്കുന്ന ടോപ്പിക് പോലെ നിങ്ങൾ കാണരുത്. ബിക്കോസ് ഇതേ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിലും ഇതേപോലെ ഇസെഡിന്റെ ടേം മോളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇങ്ങനത്തെ ടേം എക്സിന്റെ ടേം മോളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പി ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ് ഇൻറ്റു വൈ ഓഫ് സെഡ് ഇൻറ്റു പി ഓഫ് സെഡ് എന്ന് പറയുന്ന ഫോമിലേക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ന്യൂമറേറ്ററിലും ന്യൂമറേറ്ററിൽ സെഡിന്റെ ടേം ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറന്നു പോരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലുള്ള ടേം ആയിരിക്കണം നമ്മളുടെ വൈ ഓഫ് സെഡ് ബൈ പി ഓഫ് സെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പി ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ് എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററിലുള്ള ടേം ആയിരിക്കണം പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സ്റ്റേറ്റ് ഇക്വേഷൻ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത കേസ് നോക്കാം. അടുത്തൊരു പ്രോബ്ലം കൂടി കൺസിഡർ ചെയ്യാം. y of k plus 2 plus y of k plus 1 plus 0.16 y of k is equal to u of k plus 1 plus 2 u of k എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ യു ഓഫ് കെ എന്ന് പറഞ്ഞ ഒരു കേസ് ആണ് നമുക്ക് തരിക അല്ലെ. ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ യു ഓഫ് കെ എന്ന് മാത്രമായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ യു ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഡിലേഡ് ടേമും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് സ്പേസിലേക്ക് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നാൽ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ 2 യു ഓഫ് കെ മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഹിയർ we can see that another one term is there, u of k plus 1. That is യുവിന്റെ ടേമും ഇൻപുട്ടിന്റെ ടേമിനും ഒരു ഡിലേ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി വാട്ട് യു ആർ ഡൂയിങ് മീൻസ് ഫൈൻഡ് ദ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അതായത് നമ്മൾ ഇതിനെ ട്രാൻസ്ഫോം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് ഇസെഡ് ട്രാൻസ്ഫോമിൽ എങ്ങനെ എഴുതാം? സെഡ് സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് സെഡ് പ്ലസ് സെഡ് ഇൻറ്റു വൈ ഓഫ് സെഡ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് 0.1 ഇൻറ്റു വൈ ഓഫ് സെഡ്. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? സെഡ് ഇൻറ്റു യു ഓഫ് സെഡ് പ്ലസ് 2 ഇൻറ്റു യു ഓഫ് സെഡ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? സെഡ് പ്ലസ് 2 ആയിരിക്കും. ഇത് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? യു ഓഫ് സെഡ് ഇൻറ്റു സെഡ് പ്ലസ് 2 എന്നെഴുതാം അല്ലേ. അപ്പം ഇത് സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 0.16 ഇൻറ്റു വൈ ഓഫ് സെഡ്. അപ്പം ഇതിനെ നമുക്ക് ഈ മോഡലായി ഇതിനെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ വൈ ഓഫ് സെഡ് ബൈ പി ഓഫ് സെഡ് എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ? പി ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ് ഇൻറ്റു വൈ ഓഫ് സെഡ് ബൈ പി ഓഫ് സെഡ് എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് സോൾവ് ചെയ്തോളൂ. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇവിടെ
ഇതേ ഒരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ യുവിന്റെ ടേമിന് ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സെക്ഷനെ, ഈ ഒരു പ്രോബ്ലത്തെ നിങ്ങൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഇതിന്റെ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ നമ്മൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ മോഡലിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതിന്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ y of z by u of z എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് എഴുതും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ സോൾവ് യൂസിങ് എന്താണ് കേസ് 2. ഓക്കെ, ഈ കേസ് 2 ചെയ്ത പോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഫ്രം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ എന്താണ് സ്റ്റേറ്റ് മോഡൽ. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോമിലേക്ക്, ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഇതിനെ ട്രാൻസ്ഫർ സെറ്റ് ട്രാൻസ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ഫംഗ്ഷൻ മോഡലാക്കി. എന്നിട്ട് നിങ്ങൾ ഇതിനെ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും കണ്ടു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്, നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മെട്രിക്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ മെട്രിക്സ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫ്രം സ്റ്റേറ്റ് സ്പേസ്. ഒരു സ്റ്റേറ്റ് സ്പേസിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ ഇത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു സ്റ്റേറ്റ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് എങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം അത് പഠിച്ചിട്ട് ഇത് നോക്കിയാൽ മതി. ഇത് ഈസിയാണ്, അതും ഇതും സെയിം തന്നെയാണ്. അപ്പോൾ വലിയ വ്യത്യാസമില്ല. അവിടെ എസ് ആണെങ്കിൽ ഇവിടെ സെഡ് ആണ്, അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം കാണുമ്പോൾ ഇവിടെ എന്തായിരിക്കും, അവിടെ ഇൻവേഴ്സ് എന്താണ് എസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇൻവേഴ്സ് അവിടെ കാണുന്നതിന് പകരം ഇവിടെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ആയിരിക്കും കാണാം. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണുന്നതിന് പകരം ഇവിടെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ആയിരിക്കും കാണാം. ദാറ്റ് ഈസ് ഓൺലി ദ ഡിഫറൻസ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു സ്റ്റേറ്റ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ് മോഡൽ. ഒരു സ്റ്റേറ്റ് മോഡലിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: എക്സ് ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു ജി എക്സ് ഓഫ് കെ പ്ലസ് എച്ച് യു ഓഫ് കെ. അപ്പോൾ ഇതങ്ങനെ എങ്ങോട്ട് ആ സ്റ്റെപ്പ് അങ്ങോട്ട് കിട്ടുന്നത് നമുക്ക് ഫൈനൽ ഇക്വേഷൻ മാത്രം മതി. അപ്പം ഇതിനെ സ്റ്റേറ്റ് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ സെഡ് ട്രാൻസ്ഫോമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെഡ് എക്സ് ഓഫ് സെഡ് മൈനസ് സെഡ് എക്സ് ഓഫ് 0 ഈക്വൽ ടു ജി എക്സ് ഓഫ് സെഡ് പ്ലസ് എച്ച് യു ഓഫ് സെഡ് എന്നായിരിക്കും കിട്ടുക. അപ്പോൾ എക്സ് ഓഫ് 0യുടെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഡ് എക്സ് ഓഫ് എക്സ് സെഡ് ഇൻറ്റു ജി എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു എച്ച് യു ഓഫ് സെഡ് എന്ന് കിട്ടി. അപ്പം ഇതിൽ നമുക്ക് എന്ത് എഴുതാം, സെഡ് ഐ മൈനസ് സെഡ് ഐ എന്ന് എഴുതത്തില്ലേ. ഓക്കെ, ഐഡന്റിറ്റി മെട്രിക് സെഡ് ഐ മൈനസ് ജി ഇൻറ്റു എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു എച്ച് യു ഓഫ് സെഡ് എന്ന് എഴുതാം. അപ്പോൾ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഐ മൈനസ് ജി ഓൾ പവർ -1 ഇൻറ്റു എച്ച് യു ഓഫ് സെഡ് എന്ന് കിട്ടി. അപ്പം എക്സ് ഓഫ് സെഡ് ആണ് നമുക്ക് കണ്ടത്, അല്ല ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് എന്നാണ്. അപ്പോൾ നമുക്ക് അതാണ് കണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ ഇതുപോലെ കൺസിഡർ ചെയ്യുന്നു. y of k is equal to c x of k plus d u of k എന്നാണ്. അപ്പോൾ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ y of z is equal to c into x of z plus d into u of z. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് we know that x of z is equal to this one. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, we can able to substitute this value of x of z in this y of z equation. Therefore we can able to get ഇത് നിങ്ങൾ x of z ന്റെ ഇക്വേഷനിൽ c into x of z plus d into u of z എന്നാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, c into z i minus g all power -1 into h plus d all into u of z. അപ്പം നമുക്ക് എന്താണ് കാണേണ്ടത്, y of z by ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് കേട്ടോ, x of z അല്ല. y of z by u of z ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം y of z by u of z എന്ന് പറഞ്ഞാൽ
ZI C into S ZI minus G all power minus 1 into H plus D. ഇത് നിങ്ങൾ പണ്ട് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിന്റെ കേസിലും ഇങ്ങനെ തന്നെ വെക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. C into SI minus A all power minus 1 into B plus D എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് കണ്ടിന്യൂസ്ലി ആണെങ്കിൽ ഇവിടെ എക്ക് പകരം ഇവിടെ G ആണ്, ബിക്ക് പകരം ഇവിടെ H ആണ്, ഡിയും ഡിയും സെയിം ആണ്. അപ്പം ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഈസ് ZI minus G all power minus 1 into H plus D എന്നാണ് ഇതിന്റെ കേസിൽ. അപ്പൊ ഇത് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. നിങ്ങൾ മറ്റേ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതും അതും സെയിം ആണ് എന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ആ ഇക്വേഷനും ഈ ഇക്വേഷനും നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളോട് ഒരു സ്റ്റേറ്റ് ഇക്വേഷൻ തന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കാണേണ്ടത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഫോർ ഡിസ്ക്രീറ്റ് സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഐക്കൺ വാല്യൂസ് ഇത് നിങ്ങൾ അത്രയും ശ്രദ്ധിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. obtain the pulse transfer function for following discrete state space system. ഓക്കെ, ഒരു ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ് സിസ്റ്റത്തിന്റെ കേസിൽ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ ഇപ്പോൾ ശ്രദ്ധിക്കാം. ഇത് തന്നിരിക്കുന്ന ഇക്വേഷനിലെല്ലാം ഡിസ്ക്രീറ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈസിയാണ്. K+1 അവിടെ x dash of t x1 dash of t x2 dash of t എന്നൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂസ്ലി കേസിൽ. അപ്പം അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ. അപ്പം പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് കാണുന്നത്. പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ നിങ്ങൾക്ക് ഉള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ C into ZI minus G all power minus 1 into H plus D. ഓക്കെ, അതായത് നിങ്ങൾ മറ്റേ ഇക്വേഷൻ ഓർത്താൽ മതി. C into SI minus A all power minus 1 into B plus D എന്ന ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ജിയും എച്ചുമായിട്ട് മാറിയിരിക്കുന്നത്. ജി എന്ന് പറയുന്നത് എ തന്നെയാണ്, എച്ച് എന്ന് പറയുന്നത് ബി തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരണ്ട. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണ് സി, ഏതാണ് എ, ഏതാണ് ബി, ഏതാണ് ജി, ഏതാണ് എച്ച്, ഏതാണ് സി, ഏതാണ് ബി എന്ന് കാണണം. ഇപ്പം ഇവിടുന്ന് നമുക്ക് ഇക്വേഷനിൽ നമുക്ക് എഴുതാം ദിസ് ഈസ് ആക്ച്വലി ജി ആൻഡ് ദിസ് ഈസ് എച്ച്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് C and D equal to 0 എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ബിക്കോസ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x of k plus 1 is equal to G into x of k plus h into u of k എന്നാണ്. ഓക്കെ, ഇപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് x of k plus 1 എന്ന് പറയുന്നത് g x of k plus h into u of k, അതുപോലെ തന്നെ y of k എന്ന് പറഞ്ഞാൽ c into x of k plus d into u of k എന്നാണ്. അപ്പം c into x of k. അപ്പം ഇവിടെ നമുക്ക് ജിയും എച്ചും സിയും ഡിയും എല്ലാം നമുക്ക് ഇതിന് മനസ്സിലായി. d equal to 0. Therefore, this equation become c into ZI minus G all power minus 1 into h എന്നായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ വരിക. ഓക്കെ, പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇക്വേഷൻ will become like this. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. These values we can able to substitute. First of all, we can able to substitute the value of ZI minus G. Okay, because ZI minus G കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇൻവേഴ്സ് കണ്ടിട്ട് വേണം നിങ്ങൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, സി കൊണ്ടും എച്ച് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പം ZI minus G എന്ന് പറയുന്നത് Z എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡിന്റെ വാല്യൂ തന്നെയാണ്. ZI എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് മെട്രിക്സിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ 2x2 മെട്രിക്സ് ആണ്. അപ്പം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് 2x2 മെട്രിക്സ് ആയിരിക്കും. ZI എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, 0 Z 0 0 Z എന്നായിരിക്കും നമുക്ക് വരിക അല്ലെ, ZI എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ZI എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് Z0 0 Z എന്നാണ്. അപ്പം ZI മൈനസ് എന്താണ് ജി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 1 0.4323 0.1353 എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പം ZI മൈനസ്
G എന്ന് പറഞ്ഞാൽ we can get Z minus 1 first one Z minus 1 Z minus 1 പിന്നെ 0 minus 0.4323 that is minus 0.4323 then 0 minus 0 0 Z minus 0.1353 that is Z minus 0.13 Zi minus G നമുക്ക് കിട്ടി so Zi minus G all power minus 1 എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് കാണാൻ നിങ്ങൾക്കറിയാം adjoint of Zi minus Zi minus G divided by determinant of Zi minus G എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പം adjoint of Zi minus G കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊരു 2/2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് adjoint കാണാൻ പറ്റുമെന്ന് അറിയാം അല്ലെ. അതായത് ഇതും ഇന്റർചേഞ്ച് ചെയ്യുക ആൻഡ് ഇതിന്റെ രണ്ടിന്റെയും സൈൻ മാറ്റുക ദാറ്റ്സ് ഓൾ. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് Z into Zi minus 0.1353 ഇത് ഇവിടെ വരും ഇത് ഇവിടെ വരും ദാറ്റ് ഈസ് ഇതും ഇത് ഇവിടെ വന്നു ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് വിൽ ബിക്കം Zi minus 1 ഹിയർ ഇറ്റ് വിൽ ബിക്കം Z into ഇതിന്റെ രണ്ടിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ minus 0.4343 എന്നുള്ളത് ഇവിടെ plus 0.4343 സീറോയുടെ സൈൻ ചെയ്താൽ സെയിം തന്നെ. അപ്പം ഇതായിരിക്കും നമുക്ക് കിട്ടുക അഡ്ജോയിന്റ്. ഇനി ഡിറ്റർമിനന്റ് നിങ്ങൾ കാണുവാണെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രം മതി. Zi into Z minus 0.1353 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടി. ഇപ്പം ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് ഓഫ് Zi minus G ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് Zi minus G. അപ്പം ഇതിൽ നിന്ന് Zi minus G all power minus 1 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? Zi minus G all power minus 1 into CH plus D എന്നാണ്. അപ്പൊ ഇവിടെ D 0 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? സിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് C? 1 0 ആണ് C. അതുപോലെ തന്നെ Hന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് H വാല്യൂ? Here from this we can see the H value is 0.2838 0.4328 ആണ്. ഓക്കെ, അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പം നമ്മൾ ഇത് ഡിറ്റർമിനന്റ് ആണ്, അത് അതേപോലെ വെച്ചു. പിന്നെ ഉള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വി കോട്ട് ഇത് we can get this value like this 0.2383 Z okay plus 0.1484 divided by അപ്പം ഈ ഒരു f of Z അല്ലെങ്കിൽ y of Z by u of Z എന്ന് പറയുന്നത് we will get like this. ഓക്കെ, ഇതാണ് f of Z എന്ന് പറഞ്ഞാൽ y of Z by u of Z ആണ്. അപ്പം അത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് ആണ് നമ്മൾ ഒരു സ്റ്റേറ്റ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടുക എങ്ങനെയാണ് എന്നുള്ള മെത്തേഡാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ആർ യു ക്ലിയർ? ഇവിടെ ആരൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അലക്സ് ഇവിടെ ഉണ്ടോ? അലക്സ്, ആകെ 30 പേരും കൂടെ വന്നിട്ടുണ്ട്. അമൽജിത്ത് ഉണ്ടോ? അമൽജിത്ത് മൽജിത്ത്, ദേവിക. സർ. സ്വാതി. യെസ് സർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുത്. ഒരു സ്റ്റേറ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടാനുള്ള ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് നമ്മൾ ഒരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ അതിൽ പഠിച്ചിട്ടുള്ള വേറൊരു കാര്യം തന്നെയാണ്, കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ കണ്ടതാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ടേം. ഓക്കെ, വാട്ട് ഈസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്? ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് E/AT എന്നാണ് ഏതിൻ്റെ കേസിൽ പഠിച്ചത്? നമ്മളുടെ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിന്റെ കേസിൽ പഠിച്ചത്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിനെ G(k) അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും φ(t) എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. φ(t)
ടി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇ പവർ എ ടി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി എന്താണ് ഫൈ ഓഫ് ടി കാണാൻ നമ്മൾ യൂസ് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം, അതായത് ഇ പവർ എ ടി കാണാൻ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പം ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇ പവർ എ ടി, അതാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പം ഫൈ ഓഫ് എസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് ഫൈ ഓഫ് എസ്? എസ് ഐ മൈനസ് എ ആണ്. എസ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1 ആണ് ഏതിന്റെ കേസിൽ? കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിന്റെ കേസിൽ ഫൈ ഓഫ് എസ്. അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ ഇ പവർ എ ടി ആയിട്ട് നമ്മൾ പറയുക. അതിനെ ഫൈ ഓഫ് ടി എന്ന് നമ്മൾ വിളിക്കും. ഇവിടെ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ വാട്ട് ഈസ് ആക്ച്വലി ദാറ്റ് ഫൈ ഓഫ് ടിക്ക് പകരം ഇവിടെ എന്തായിരിക്കും നമ്മൾ പറയുക? സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് അല്ലെങ്കിൽ ഫൈ ഓഫ് കെ എന്നായിരിക്കും വിളിക്കുക. അപ്പം ഈ ഫൈ ഓഫ് സെഡിന്റെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ആയിരിക്കും നമുക്ക് എന്ത് ഫൈ ഓഫ് ടി ആയിട്ട് വരിക, ഫൈ ഓഫ് കെ ആയിട്ട് വരിക. ഇതിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ജി പവർ കെ എന്നാണ്. ഓക്കെ, ജി പവർ കെ. ഓക്കെ, ഇതെല്ലാം ശ്രദ്ധിക്കാം. അപ്പം ഇത് സ്റ്റേറ്റ് ഇക്വേഷൻ എക്സ് ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇപ്പൊ നമ്മളുടെ സ്റ്റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻപുട്ട് 0 ആയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് എക്സ് ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് ജി ഓഫ് കെ ആവും. അതിനകത്ത് സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഓഫ് സെഡിന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും. വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഫൈ ഓഫ് സെഡ്, അപ്പം എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ് ഇൻറ്റു എക്സ് ഓഫ് 0 കിട്ടും. അപ്പം നമ്മൾ ഇവിടെ ഫൈ ഓഫ് സെഡിനെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫൈ ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഹിയർ ഈസ് എന്താണ്? സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ് എന്നാണ്. അപ്പോൾ മറ്റേതിൻ്റെ കേസിൽ ഫൈ ഓഫ് എസ് എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കാനാണ് പറയുന്നത്. എസ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1 എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ എന്താണ്? സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ് എന്ന് പറയുന്ന ഒരു ടേമും കൂടി ഇതിൻ്റെ മുമ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫൈ ഓഫ് സെഡിൽ നിന്നും നമ്മൾ ഫൈ ഓഫ് കെ കാണുന്നു, മറ്റേതെന്തായിരുന്നു? ഫൈ ഓഫ് എസിൽ നിന്നും ഫൈ ഓഫ് ടി കാണുന്നു. അതായിരുന്നു നമ്മളുടെ രണ്ടിന്റെയും കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിന്റെയും ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന്റെയും കേസിൽ ഉള്ള ഡിഫറൻസ്. അപ്പം ഫൈ ഓഫ് സെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈ ഓഫ് സെഡ് നിങ്ങൾക്കറിയാം എങ്കിൽ സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ആണ് ഇൻറ്റു സെഡ് എന്നാണ് ഇതിന്റെ കേസിൽ. പക്ഷെ ഫൈ ഓഫ് എസിന്റെ വാല്യൂ എസ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1 എന്നായിരുന്നു. അപ്പം സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് ഫൈ ഓഫ് കെയുടെ വാല്യൂ കാണണം. അതാണ് നമ്മളുടെ എന്ത് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് ഫൈ ഓഫ് കെ ഇൻറ്റു എക്സ് ഓഫ് 0. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഫൈ ഓഫ് കെ ആണ് നമ്മളുടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് സെഡ് ആയിരിക്കും നമ്മളുടെ ഫൈ ഓഫ് കെ എന്ന് പറയുന്നത്. ദാറ്റ് വാല്യൂ ഈസ് സെഡ് ഇൻവേഴ്സ് ഓഫ് സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഒരു ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് സെഡ് ഇൻവേഴ്സ് ഓഫ് സെഡ് ഐ മൈനസ് എ ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ് ആയിരിക്കും. അതായത് സെഡ് ഐ മൈനസ് ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളുടെ മെത്തേഡ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്റ്റെയിൻ ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ് സിസ്റ്റം. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒബ്റ്റെയിൻ ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് ഡിസ്ക്രീറ്റ് സിസ്റ്റം. ഓക്കെ, ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ കേസിലാണ് നിങ്ങളോട് സ്റ്റേറ്റ് ഇക്വേഷൻ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കേസിൽ നമുക്ക് ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദിസ് സ്റ്റേറ്റ് ഇക്വേഷൻ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്? ദാറ്റ് ഈസ് ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ സെഡ് ഐ മൈനസ് അല്ലെങ്കിൽ സെഡ് ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് സെഡ്, ദാറ്റ് ഈസ് സെഡ് ഇൻവേഴ്സ് ഓഫ് സെഡ് ഐ മൈനസ് ജി ഓൾ പവർ മൈനസ് 1 ഇൻറ്റു സെഡ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കേസിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാണേണ്ടത്? ജി കാണണം. മെയിനായിട്ട് സെഡ് ഐ മൈനസ് ജി മാത്രമാണ്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്റ്റേറ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജി, ഇത് എച്ച്. ഓക്കെ, ഇത് കാണുന്ന ജി എക്സ് ഓഫ് കെ പ്ലസ് എച്ച് യു ഓഫ് കെ എന്നാണ്. അപ്പം ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി ദി ജി വാല്യൂ. അപ്പം സെഡ് ഐ മൈനസ്, ഇപ്പം സെഡ് ഐയുടെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? സെഡ് 0 0 സെഡ് എന്നായിരിക്കും വരിക.
ZI മൈനസ് ജി എന്ന് പറയുന്നത് 0 1 മൈനസ് 0.16 മൈനസ് 1 എന്നാണ്. അപ്പം ZI മൈനസ് ജി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ZI മൈനസ് ജി എന്ന് പറയുന്നത് Z മൈനസ് 0 എന്ന് പറഞ്ഞാൽ Z, 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -1, 0 മൈനസ് 0.16 എന്ന് പറഞ്ഞാൽ +0.16, ദെൻ Z മൈനസ് -1 എന്ന് പറഞ്ഞാൽ Z പ്ലസ് 1. ഓക്കെ, ഇതാണ് നമ്മളുടെ ZI മൈനസ് ജി എന്ന് പറയുന്നത്. അപ്പോൾ ZI മൈനസ് ജി ഓൾ പവർ -1, അതായത് ZI മൈനസ് ജിയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ adjoint of ZI minus G and determinant of divided by determinant of ZI minus G. So for adjoint of ZI minus G, how can we find out? This can be find out by just interchanging this. Okay, ഇത് രണ്ട് interchange ചെയ്തു. അപ്പോൾ ഇത് Z plus 1, ഇത് ZI. ഇതിന്റെ രണ്ടിന്റെ sign change ചെയ്തു. That is, this will become 1 and this will become -0.16. Okay, നമുക്കറിയത്തില്ല, ഞാനന്ന് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ determinant of ZI minus G എന്ന് പറയുന്നത് this into this one, that is Z into Z plus 1. Okay, Z into Z plus 1 minus -1.16, അതായത് മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് 1. അപ്പം Z² പ്ലസ് Z പ്ലസ് 0.16 എന്നായിരിക്കും നമുക്ക് വരിക ഡിറ്റർമിനന്റ് ഓഫ് ZI മൈനസ് ജി. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ഇതിനെ Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസിയാണ്. ഓക്കെ, അപ്പം ZI മൈനസ് ZI മൈനസ് ജി ഓൾ പവർ -1 നമുക്ക് കിട്ടി. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വേറൊരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എങ്കിൽ ഇതിനെ നമ്മൾ ഡിനോമിനേറ്ററിനെ ഈ ZI മൈനസ് 1ന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കൊണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലെ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ദെൻ വാട്ട് വി ക്യാൻ ഗെറ്റ്? Z പ്ലസ് 1 ഇത് കിട്ടി 1 by Z plus 0.02, Z plus 0.8, 0.16 minus 0.16, this one. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പം ഇതിനെ നമ്മൾ ആക്ച്വലി നമുക്ക് എന്തായിട്ട് എഴുതാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ Z plus 2, Z plus 0.8. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ZI മൈനസ് 1 ഓൾ പവർ -1നെ നമുക്ക് എന്തിലേക്ക്, ഒരു വാല്യൂലേക്ക്, ഈ ഒരു കേസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി നമ്മൾ ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. ബിക്കോസ് നമുക്ക് ഇൻവേഴ്സ് ആണ് കാണേണ്ടത് അല്ലെ. നമുക്ക് അല്ലെങ്കിൽ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കാണത്തില്ല. ഇതിൽ നിന്ന് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ദിസ് വൺ വി കാൻറ്റ് ഏബിൾ ടു ഫൈൻഡ് ഔട്ട്. Therefore what we are doing means we are just finding out the എന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, അതായത് Z plus 1 divided by Z plus 0.2 into Z plus 0.8 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? A by Z plus 0.8 plus B by Z plus 0.8 എന്ന് എഴുതും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് what is actually A and B കിട്ടും നോക്കുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നതാണ്. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4.3 കിട്ടി, 4/3 കിട്ടി ആൻഡ് B വാല്യൂ 1/3 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ ഇതേ മെത്തേഡ് വെച്ചിട്ട് ബാക്കി എല്ലാ വാല്യൂസ് എയും ബിയും കണ്ടുപിടിക്കുന്നു. 5/3, this is -5/3, this will become -0.8/3, this will become 0.8/3. ഓക്കെ, ഇത് ഇതേ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടും. ഇനി ZI മൈനസ് ജി ഓൾ പവർ -1 into Z എന്നാണ് നമ്മുടെ വാല്യൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ട് Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം 4/3 into Z by this one, Z by this one. അപ്പോൾ ഇത് കിട്ടി. ഇനി ഇതിന്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം നമ്മൾ കാണണം. അപ്പോൾ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കാണണമെങ്കിൽ നമുക്കറിയാം ഇത് Z by Z plus 0.2ന്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ Z by Z plus A എന്നാണ്. അതായത് A പവർ K U of K എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ എക്ക് പകരം 0.2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? Z മൈനസ് A ആണെങ്കിൽ ആണ് നമ്മൾ A പവർ K ഇൻറ്റു U ഓഫ് K എന്ന് എഴുതാം. ഇവിടെ എന്ന് പറഞ്ഞാൽ Z മൈനസ് അല്ല, ഇവിടെ Z പ്ലസ് 2.2 ആണ്. അതുകൊണ്ട് തന്നെ -0.2 ഓൾ പവർ K ഇൻറ്റു U ഓഫ് K എന്നായിരിക്കും ഇതിന്റെ വാല്യൂ വരിക. ഓക്കെ, ബിക്കോസ് ദിസ് ഈസ് ആക്ച്വലി എക്ക് പകരം ഇവിടെ 0.2 ആണ്. അപ്പം Z by 0.8 എന്ന് പറയുമ്പോഴും സെയിം എന്താണ് -0.8 പവർ K U ഓഫ് K എന്ന് വരും.
അതുപോലെ തന്നെ ഇതിനെല്ലാം അതേ വാല്യൂ തന്നെയാണ് -0.2 ഓൾ പവർ കെ യു ഓഫ് കെ. ഇതിന്റെയും ഇൻവേഴ്സ് ട്രാൻസ്ഫോം സെയിം, ഇതിന്റെയും എല്ലാം ഈ ഒരു ഫോമിൽ തന്നെയാണുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈ ഓഫ് കെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഈ ഒരു മോഡലിൽ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. സെഡ് ഐ മൈനസ് അല്ലെങ്കിൽ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് സെഡ് ഐ മൈനസ് ജി ഓൾ പവർ -1 ഇൻറ്റു സെറ്റ്. അതാണ് നമ്മളുടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും